എനിക്ക് ഡാൻസ് ക്ലാസ്സിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ വീടിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വന്നു. തണുപ്പ് അത്ര തണുപ്പുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള എൻജോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോകണം കേട്ടോ. സ്ഥലം മാറിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകണം വേറെ വഴി കൂടെ. ഇപ്പോൾ കുറച്ച് ബലൂൺസ് വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് എത്തി നോക്കലും ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു. പപ്പ ബേബിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ബേബിക്ക് കുറേ വാശി കാട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് ക്രേസി. അപ്പോൾ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഡാൻസ് കളിക്കണം, ഞാൻ പുറത്ത് ഡാൻസ് കളിക്കണം. അതായിരുന്നു ഇത്. ഗൈസ്, എനിക്ക് പ്രശാന്ത് അങ്കിളായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നതാണ്. പ്രശാന്ത് അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്യുന്ന എത്തി നോക്ക്, ബലൂണൊക്കെ അവിടെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കായിരുന്നു. അപ്പോൾ എന്നെ നോക്കി പ്രശാന്ത് അങ്കിൾ എന്തൊക്കെയാണ് പറയണത് അതൊക്കെ എന്നെ നോക്കി. പക്ഷെ അവിടെ എല്ലാം നടന്നുകൊണ്ടായിരുന്നു. എന്നെ നോക്കിയിട്ട് എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നി, അയ്യോ അവരൊക്കെ നോക്കണമെന്ന്. അപ്പോൾ ഗൈസ്, അവർ ഉള്ളിൽ നിന്ന് നോക്കുമായിരുന്നു കേട്ടോ. പൊസിഷൻസും അങ്ങനെ നിൽക്കണ്ടേന്നൊക്കെ അവർ ഡാൻസ് ചെയ്ത് കളിക്കുമായിരുന്നു. അപ്പോൾ എന്നെ എത്തി നോക്കുമായിരുന്നു. അവർ കളിക്കുമ്പോൾ ഞാൻ നിർത്തി നോക്കണം. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കേസ് എനിക്ക് എന്തോ പോലെ അവരൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലവരെന്നെ ബലൂണൊക്കെ എടുക്കാൻ പോയി. സോ പ്രശാന്ത് ഞങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്തു. പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ റെബീന മാം. എനിക്ക് മാമിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാമാണ് എനിക്കൊരു ചാൻസ് ആണ് അരങ്ങേറ്റത്ത് കളിക്കാൻ. എനിക്ക് മാം പറയുന്നതെല്ലാം മനസ്സിലായിട്ട് മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളവർ ഷൂട്ട് ചെയ്യണം അല്ലേ? ഇനി നമുക്കിത് മാറ്റിയിട്ട് ഡാൻസ് ക്ലാസ് യൂണിഫോം ഇട്ട് പിന്നെ റെഡി ആവണം. ഇതിട്ടിട്ട് മേക്കപ്പ് ചെയ്യണം, മുടി വെക്കണം, ഇതിടണം, എന്തൊക്കെയല്ലേ. ഫുൾ ഇന്നൊരു ഡേ ഫ്രീ അല്ല കേസിനാണ്. ഫുൾ ബിസി. ബാക്കിക്ക് നടന്നുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്. അപ്പോൾ ബേബിയും പപ്പയും എന്തൊക്കെയോ ഇവിടെ കണ്ടു കേട്ടോ. അവരെന്താ ടോക്ക് ചെയ്യുക, വീഡിയോ എടുക്കുക അങ്ങനെയായിരുന്നു. ബേബിക്ക് ക്യൂട്ട്നെസ് ഭയങ്കര ഉണ്ട് കേട്ടോ. ക്യൂട്ടാവള്, ക്യൂട്ടായിട്ട് നല്ല ക്യൂട്ടാണ്. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ തന്നെ. അപ്പോൾ ഇത് ഈ ഒരു ഷൂട്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ കയറുന്നത്, ഡാൻസ് കളിക്കുന്നതൊക്കെ. ഇപ്പം എന്താ വെച്ചാൽ അവർ ഉള്ളിൽ നിന്ന് കളിക്കണം, ഞാൻ പുറത്തുനിന്ന് കളിക്കണം. ഞാൻ അറിയാത്ത പോലെയൊന്നും കളിക്കണ്ടായിരുന്നു. എനിക്ക് മാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത പോലൊക്കെ എന്തിനോ കളിക്കണ്ടായിരുന്നു ഗേസ്. എനിക്ക് അറിയില്ല എന്നെ കളിക്കണം എന്നൊന്നും. ആ സമയത്തൊന്നും ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തോ അറിയാത്ത പോലെ എന്തോ പോലെയൊക്കെ കളിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് വെക്കുകയാണ്. സോ രണ്ടെണ്ണം വീട്ടിൽ നിൽക്കുന്ന ഞാനാണ്. സോ ഡാൻസ് കളിക്കണം. സുകേഷിൻ്റെ ഡാൻസ് കളിക്കുന്നത്, എൻ്റെ ഡാൻസ് കളിക്കുന്നത് അന്നേരം പ്ലീസ് കമൻറ്റ് ചെയ്തു. ഞാൻ പഠിപ്പിച്ചാണ് ഇതൊക്കെ. ഇത് അറിയാത്തതൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും അറിയാത്തതുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ കളി നോക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചു. അപ്പോൾ ബേബിയുടെ ക്യൂട്ട്നെസ് അടിച്ച് എന്ത് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് ക്യൂട്ടി ഗേൾ ആവാൻ നോക്കുകയാണ്. ഷൂ ഒക്കെ ഇട്ടിട്ട്, കീക്കി ഷൂ ഒക്കെ ഇട്ടിട്ട് ചെന്നെ വിളിക്കുകയാണ് ഗൈസ്. ബേബി എത്തിത്തേറ്റി എന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ബേബി വേണ്ട എന്നിട്ട് ഓടിപ്പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ മുടിയിൽ കളിക്കാൻ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ബിക്കോസ് അത് നല്ല സോഫ്റ്റാണ്. എനിക്ക് വലിയ മുടി ഭയങ്കര ഇഷ്ടമാണ്. മോർ ഹെയർ എന്നിട്ട് അത് കേളിയിരിക്കണോ സ്ട്രെയിറ്റ് ആയിരിക്കണമെന്ന്. അപ്പോൾ ഈ നെക്സ്റ്റ് ഷൂട്ട് എന്താ വെച്ചാൽ അമ്മയും ഞാനും റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും നോക്കി ഗൈസ്. എനിക്ക് എന്തോ പോലെ ആൾക്കാർ നിൽക്കുന്നൊക്കെ. ആ പൂവൊക്കെ നാളല്ലേ അവരൊക്കെ നോക്കണം ഗൈസ്, കണ്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ എടുത്തിട്ട് ഷൂട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. If you want to learn dance, you can contact Kala Vaibhava. റിബിന മാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സ്റ്റേ ട്യൂൺ ബൈ.